ബാങ്ക് അക്കൗണ്ടുകളിൽ 10 വർഷത്തിലേറെയായി ഇടപാടുകൾ നടക്കാതെ കിടക്കുന്ന നിക്ഷേപങ്ങൾ യഥാർത്ഥ ഉടമകൾക്കോ അവകാശികൾക്കോ തിരികെ നൽകുന്നതിനായി രാജ്യവ്യാപകമായി നടത്തുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന ക്യാമ്പയിൻ സംസ്ഥാനത്ത് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ മാത്രം വിവിധ ബാങ്കുകളിലായി 11.93 ലക്ഷം അക്കൗണ്ടുകളിൽ നിന്നായി 307.69 കോടി രൂപയാണ് നിലവിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത്. ആൻമേരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10 വർഷത്തിലധികമായിട്ട് അതിനൊരു അവകാശികളൊന്നുമില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണം അതിന്റെ യഥാർത്ഥ അവകാശികൾക്കോ അല്ലെങ്കിൽ ഉടമകൾക്കോ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്നൊരു ക്യാമ്പയിൻ അത് രാജ്യവ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇന്ന് എറണാകുളം ജില്ലയിലും ഇത് നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ 10 മണിക്ക് എറണാകുളം ഹൈക്കോടതിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ വെച്ച് അതിന്റെ ജില്ലാതല ഉദ്ഘാടനം TJ വിനോദ് MLA നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ആളുകളാണ് അവരുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ നിക്ഷേപം തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടു കൂടിയാണ് എറണാകുളം ഹൈക്കോടതിക്ക് സമീപമുള്ള ഇൻഫിനന്റ് ജീസസ് പാരിഷ് ഹാളിൽ വെച്ച് ഈ ക്യാമ്പ് നടത്തുകയും ചെയ്യുന്നത്. ജില്ലയിലെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായിട്ട് 11.93 ലക്ഷം അക്കൗണ്ടുകളിൽ നിന്നായിട്ട് 37.69 കോടി രൂപയാണ് നിലവിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത്. 10 വർഷത്തിലേറെയായിട്ട് യാതൊരു ഇടപാട് നടക്കാത്ത അക്കൗണ്ടുകളെയാണ് അവകാശികളില്ലാത്തതായി പരിഗണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാകും. ആ സംശയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഈ പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നൽകും. നമ്മോടൊപ്പം നമുക്ക് ഇവരോട് തന്നെ സംശയങ്ങൾ ചോദിച്ചറിയാം. ഇതെങ്ങനെയാണ്, ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ് വരുന്നത്? അതായത് ഇത് 2 ഘട്ടങ്ങളായിട്ടാണ്. ഇപ്പൊ നിലവിൽ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിലേക്ക് പോകുന്ന സമയത്ത് 10 കൊല്ലം മുന്നുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ അഡ്രസ്സിലും കറക്റ്റ് അല്ല, മൊബൈൽ നമ്പർ വർക്കിംഗ് അല്ല. നമ്മൾ ഈ ക്യാമ്പയിൻ കഴിയുമ്പോഴേക്കും കസ്റ്റമേഴ്സ് എല്ലാം ഇതിനെക്കുറിച്ച് അവെയർ ആവുകയും അവർ തിരിച്ച് ബാങ്കിലേക്ക് അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥിതി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില കാരണങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചില കാരണങ്ങൾ. അപ്പോൾ ആ രീതിയിൽ അറിയാതെ കിടക്കുന്ന ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അത് ഈ രീതിയിൽ ഓരോരുത്തരും ബാങ്കിലേക്ക് അന്വേഷിച്ച് വരുന്ന ഒരു സ്ഥിതി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ നമുക്ക് 307 കോടികളിൽ വെറും 10 കോടി മാത്രമേ ഇപ്പോൾ ക്യാമ്പയിൻ പീരീഡിൽ സെറ്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ഇതാണ്. നമ്മൾ കസ്റ്റമറിലേക്ക് ചെല്ലുമ്പോഴേക്കും അഡ്രസ്സും മൊബൈൽ നമ്പർ എല്ലാം പലതും വർക്കിംഗ് അല്ല. അപ്പോൾ തിരിച്ചിനിപ്പോൾ ഈ ക്യാമ്പയിൻ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പബ്ലിസിറ്റി കഴിയുമ്പോഴേക്കും അവർ ബാങ്കിലേക്ക് വരുന്നൊരു സ്ഥിതി വരും. അപ്പോൾ നമുക്കിത് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ക്യാമ്പ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഒരുപാട്. അതായത് ഇപ്പോൾ നമ്മൾ 3 മാസമായി ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഞാൻ എറണാകുളം ജില്ലയുടെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ 10 കോടി സെറ്റിൽ ചെയ്തു. 10 കോടി ഓൾറെഡി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കൂടുതൽ ആളുകൾക്ക് എത്തുന്നതോടുകൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ കുറെ കൂടി സ്പീഡപ്പ് ആയിട്ടായിരിക്കും ഇത് നടക്കുന്നുണ്ടാവുക. ഇത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. പല ഘട്ടങ്ങളായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ഇതിനോടകം തന്നെ പല ആളുകളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും പണം തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സാധിച്ചിട്ടുമുണ്ട്. എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പ് അതാണ് ഇപ്പോൾ ഇവിടെ ഇൻഫിനന്റ് ജീസസ് ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.